ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മധുരമുള്ള കഥയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എന്നെയും എൻ്റെ വീഡിയോസും എൻ്റെ ചാനലും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നോട് പേഴ്സണലായിട്ട് എന്തെങ്കിലും കാര്യം ചോദിക്കണം, പേഴ്സണലായിട്ടല്ല, പൊതുവെ എന്നോട് എന്തെങ്കിലും കാര്യം ചോദിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ തീർച്ചയായിട്ടും ചോദിക്കുക. അടുത്ത വീഡിയോസ് എന്തിനെ കുറിച്ചാണ് ഇടണം എന്നുള്ളതും കൂടെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങളെ പോലുള്ളവർ തരുന്ന ചെറിയ കുഞ്ഞു കുഞ്ഞു മോട്ടിവേഷനാണ് നമ്മളെ പോലുള്ളവർക്ക് ഡെയിലി വീട്ടിടാൻ വേണ്ടിയിട്ട് ഒരു മൂഡ് തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ മൂഡ് നിങ്ങൾ എന്തായാലും എനിക്ക് തരണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ തരും എന്നാണ് എൻ്റെ വിശ്വാസവും. അപ്പോൾ വൈകിക്കാതെ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോവാം. അതിനു മുമ്പ് ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ മുഴുവനായിട്ട് കാണാം, ലൈക്കും ചെയ്യുക. അപ്പം എല്ലാവരുടെയും അതായത് പൊതുവെ ഈ പ്രശ്നങ്ങൾ കണ്ടുവരുന്നത് ആൺകുട്ടികൾക്കാണ്. എന്താണെന്ന് വെച്ചാൽ ആൺകുട്ടികളുടെ ഒരു പ്രശ്നമാണ്, എനിക്ക് എൻ്റെത് ചെറുതാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് പെണ്ണുങ്ങളെ അവർക്ക് വേണ്ട ഒരു തൃപ്തി കൊടുക്കാൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് അത് ചെറുതായത് കൊണ്ട് ചിലവർ കല്യാണം വരെ വേണ്ട എന്ന് വെക്കുന്നവർ കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ സുഹൃത്തിൽ തന്നെ കുറേ പേര് അങ്ങനെ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എൻ്റെത് ചെറുതാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് കല്യാണം കഴിക്കണ്ട, കല്യാണം കഴിച്ചെങ്കിലും എൻ്റെ പെണ്ണിന് എന്നെ കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാവൂല, അതുപോലെയുള്ള ഞാൻ കല്യാണം കഴിച്ചിട്ട് എന്താണ് ഉപകാരം, എനിക്കും ഉപകാരം ഉണ്ടാവൂല, എന്നെ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിക്കും ഉപകാരം ഉണ്ടാവൂല. അപ്പോൾ എന്നോട് കുറേ ആൾ ചോദിച്ചിട്ടുണ്ട്, അതായത് കല്യാണത്തിന് ശേഷമല്ല ഒരു പെൺകുട്ടിക്ക് ഒരാണിൻ്റെ വലുപ്പം പ്രശ്നമാണോ എന്നുള്ളത്. ഞാനൊരു കാര്യം പറയട്ടെ. എന്താണെന്ന് വെച്ചാൽ ഒരു പെണ്ണിന് വലുപ്പത്തിലോ തടിയിലോ ഒന്നിലും ഒരു പ്രശ്നമില്ല. കാരണം ഇത്ര പോലുള്ള ഒരു വിരൽ കൊണ്ട് ഒരു പെണ്ണിന് സന്തോഷം കിട്ടും. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. നിങ്ങളെ മിഡിൽ വിരലെടുത്ത് നിങ്ങളൊന്ന് പൊക്കി നോക്കുക, എന്നിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കും, എൻ്റെത് എന്തായാലും ഇത്ര പരം ഉണ്ടാവും. അങ്ങനത്തെ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? തടി കുറഞ്ഞ് അതൊരു പ്രശ്നമല്ല, തടി കൂടിയാൽ അതും പ്രശ്നമല്ല, മെലിഞ്ഞിട്ടാണെങ്കിൽ അതും പ്രശ്നമല്ല, നിറമുണ്ടോ നിറവും പ്രശ്നമല്ല, നിറമില്ലേ അതും പ്രശ്നമല്ല. വലുതാണോ ചെറുതാണോ, തടിയുണ്ടോ മെലിയുണ്ടോ, മെലിഞ്ഞിട്ടാണോ തടിച്ചിട്ടാണോ എന്നുള്ളത് ഒരിക്കലും ഒരു സ്ത്രീക്കും പ്രശ്നമുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അത് ഓർത്തിട്ട് കല്യാണം കഴിക്കാതിരിക്കാനോ, അതായത് വേറൊരു പെണ്ണോട് അയ്യോ വേണ്ട എന്നെ കൊണ്ട് പറ്റൂല, അതായത് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന ചാൻസ് നമ്മളത് സൈസ് ഒരു പ്രശ്നം എന്ന് വിചാരിച്ച് അതൊരിക്കലും നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. നിങ്ങളുടെ സൈസ് ഒരിക്കലും ഒരു പെണ്ണിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല, അതെല്ലാവരും തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും നമുക്ക് അതിനെ കൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാകത്തില്ല. കാരണം പെണ്ണിനെ ഇത്ര പോലുള്ള ഒരു വിരലിനെ സന്തോഷിപ്പിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ഒരിക്കലും ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല. കാരണം പെണ്ണിന് വേണ്ടത് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ, അത് നിങ്ങളെ കൊണ്ട് പറ്റും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ആരും തന്നെ തളരരുത്. ചിലവർ പറയും എത്ര ക്യാഷ് കൊടുത്തിട്ടെങ്കിലും എത്ര ഗുളിക മേടിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ സാരമില്ല, ഞാൻ അതെങ്ങനെയെങ്കിലും വണ്ണം വെപ്പിക്കും. പക്ഷെ അത് വെറൊരു മണ്ടത്തരം മാത്രമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാനേ പാടില്ല. നമ്മളുടെ പെണ്ണിനോട് ചോദിക്കാം, പെണ്ണിനോട് നമ്മൾ ഒരിക്കലും ചോദിക്കാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളൊരു പെണ്ണോട് പോയിട്ട് എൻ്റെത് ചെറുതാണ് അതുകൊണ്ട് നിനക്ക് വല്ല പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് അറിയത്തില്ലല്ലോ ഈ ചെറുതിനെ കൊണ്ട് ഉപകാരമുണ്ടോ എന്ന് അവൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് അവൾ ചിലപ്പോൾ വിചാരിക്കും, അയ്യോ ചെറുതാണോ, എനിക്ക് വല്ല ഉപകാരം ഉണ്ടാവോ എന്നവൾ ചിന്തിക്കും. നേരെ മറിച്ച് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. എന്താണെന്ന് വെച്ചാൽ അവളുടെ കൂടെ പോയിട്ട് നീ മനസ്സിലാക്കി കൊടുക്കണം, നിൻ്റെത് ചെറുതോ വലുതോ എന്നുള്ളതിലല്ല, അവളെ കഴിയുന്ന രീതിയിൽ അവൾക്ക് മനസ്സ് നിറഞ്ഞു കൊടുക്കണം. പിന്നീട് അവൾക്ക് മനസ്സിലാവും ചെറുതും വലുതിലല്ല കാര്യം. ചിലവർക്ക് വലുതുണ്ടാവും പക്ഷെ ഒരു ഉപകാരം ഉണ്ടാവത്തില്ല. അപ്പോൾ അവൾക്ക് മനസ്സിലാവും ചെറുതിലല്ല വലുതിലല്ല കാര്യം എന്ന് പറയുന്നത് അവരുടെ ഒരു വർക്കിലാണ് കാര്യം. ഞാൻ പറഞ്ഞല്ലോ, ഇത്ര പോലുള്ള വിരല് മതി, പിന്നീട് എന്താണ് നിങ്ങൾക്ക് പ്രോബ്ലം? ചിലർ പറയും ഇതിനു വേണ്ടി ഇനി 1 കോടി മുടക്കാനാണെങ്കിൽ ഞാൻ മുടക്കും,
എന്ത് ഗുളിക കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ കഴിക്കും, പക്ഷെ ഒരിക്കലും അതൊന്നും ചെയ്യരുത്. അത് നിങ്ങളുടെ ശരീരത്തിന് തന്നെ ഏറ്റവും അത് ഗുളികയൊക്കെ കഴിച്ചാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് മരുന്നൊക്കെ ഉണ്ട്, അതൊന്നും ഒരിക്കലും ഉപയോഗിക്കരുത്. ഗുളികയൊക്കെ കഴിച്ചാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾക്ക് HIV മരുന്ന് പുരട്ടി കഴിഞ്ഞാൽ അവിടെ നമുക്ക് അലർജീസ്, അത് പിന്നെ സ്ത്രീകൾക്ക് നല്ലോണം ബുദ്ധിമുട്ട് അലർജീസ് അത് സ്ത്രീൻ്റെ ഉള്ളിൽ പോയാൽ നിങ്ങൾക്ക് അറിയാലോ, അവൾക്ക് നല്ലോണം അലർജി കൂടത്തേ ഉള്ളൂ. HIV പോലുള്ള രോഗങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞറിയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് ഒരിക്കലും അതുപോലുള്ള ഗുളികയും മരുന്നും ഒന്നും തന്നെ കഴിക്കരുത്, അത് നിർത്തുക. സ്ത്രീകൾക്ക് വേണ്ട കാര്യം എന്താണ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾക്ക് ഇക്കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് പറ്റും, അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഇനി ഇതേപോലുള്ള വീഡിയോസ് വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റിൽ പറയുക, ഞാൻ അടുത്ത ടോപ്പിക് എന്തിനെ കുറിച്ചാണ് പറയേണ്ടത് എന്ന്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് പ്രകാരം ഞാൻ പിറ്റേ ദിവസവും വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.